ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നതാണ്. അതിങ്ങനെയാണ്: നീതി വെടിയുന്നവർ ഏത് നീചപ്രവർത്തിക്കും തയ്യാറായേക്കും, പക്ഷെ അവർക്ക് വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു, വാളെടുക്കും എന്നുള്ള ആ ഒരു വചന സന്ദേശം. ഒരു യഥാർത്ഥ കഥ, ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ. അവർ പറഞ്ഞത്, മകനെ ലോണെടുത്തും ഒരുപാട് കഷ്ടപ്പെട്ടും വിദേശത്ത് വിട്ട് പഠിപ്പിച്ചു. കാരണം അവന് അത് മതി, നാട്ടിൽ പഠിക്കണ്ട. അപ്പം അങ്ങനെ നിർബന്ധം പറഞ്ഞതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വിദേശത്ത് വിട്ട് അവനെ പഠിപ്പിച്ചു. അവനവിടെ ചെന്ന് പഠിച്ചെങ്കിലും അവന് ആ ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിനൊരു സാമ്പത്തിക ഒരു സഹായമാകാനോ ഒന്നും അവൻ നോക്കിയിട്ടില്ല. അതിനിടയ്ക്ക് ചില കൂട്ടുകെട്ട്, തെറ്റായ ചില കാര്യങ്ങൾ അതിലേക്കെല്ലാം വഴുതി വീണിട്ട് അവൻ്റെ ജീവിതം ശോചനീയമായി. ഇപ്പോഴും അവൻ പറയുന്നൊരു കാര്യം, ഞാൻ ആവശ്യപ്പെടുന്നത് പോലെ എനിക്ക് പണം തരണം. അത് അവന് അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ളതാണ്. നാട്ടിലേക്ക് വന്നെങ്കിലും അവന് അടിച്ചുപൊളിച്ച് ജീവിക്കണം. ഓരോ കാര്യം പറയുമ്പോഴും അത് ചെറിയ തുകയൊന്നുമല്ല. അവൻ്റെ കൂട്ടുകാരോട് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, 2-3 പേര് വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ കാശിഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് തന്നുകൂടാ? എത്ര നീചത്വമാണ് കാണിച്ചു കൂട്ടുന്നത് ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നീതിയൊക്കെ മറന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഇതല്ല, ഇതിനേക്കാൾ നീചമായ പ്രവൃത്തിക്ക് പോലും തയ്യാറായെന്ന് വരും. പക്ഷേ അവർക്ക് പറഞ്ഞിട്ടുള്ളത്, വചനം പഠിപ്പിക്കുന്ന കാര്യം മറക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു 2 വചനങ്ങൾ എടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട വചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. പ്രഭാഷകൻ്റെ പുസ്തകം 26:28. പ്രഭാഷകൻ 26:28 വചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നീതി വെടിഞ്ഞ് പാപമാർഗത്തിൽ ചരിക്കുന്നവന് വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള നീചപ്രവൃത്തി ചെയ്യുന്നവർക്ക് കർത്താവ് വാളെടുക്കും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. നീതി വെടിഞ്ഞ് പാപമാർഗത്തിൽ ചരിക്കുന്നവന് വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു. പ്രഭാഷകൻ 26:28 വചനം. ഒരു വചനം കൂടി എടുക്കാം. പുറപ്പാട് പുസ്തകം 23:7 വചനം. പുറപ്പാട് 23:7 വചനം പഠിപ്പിക്കുന്നത്, നീതി വെടിഞ്ഞ് ദുഷ്ടത കാട്ടുന്നവനെ ദൈവം വെറുതെ വിടില്ല, അവന് വേണ്ടി ദൈവം വാളെടുക്കും. നീതി വെടിഞ്ഞ് ദുഷ്ടത കാട്ടുന്നവരെ, ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക്, ദുരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളി വിടാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നീതിമാന്മാർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വൻ കാര്യങ്ങളാണ്. അപ്പം മറക്കരുത്, വചനം അത്രമാത്രം വാഗ്ദാനം നമുക്ക് നൽകുന്നുണ്ട്. നീതിപൂർവ്വം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ 2 മക്കബായർ 12:41 വചനം എടുത്താൽ, ദൈവം നീതിമാനായ വിധിയാളനും നിഗൂഢമായവ വെളിപ്പെടുത്തുന്നവനുമാണ്. ദൈവം നീതിമാനായതുകൊണ്ടാണ് ദൈവമക്കളോട് നീതിമാന്മാരായിരിക്കണം, നീതിപൂർവ്വം അവർ ജീവിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. പ്രഭാഷകൻ 5:6, 16:12 വായിച്ചാൽ ഒരു കോമ്പിനേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവത്തെക്കുറിച്ചൊരു കോമ്പിനേഷൻ: നീതിമാൻ എന്നാൽ കാരുണ്യവാൻ. നീതിയും കരുണയും ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. തോബിത്ത് 3-ാം അധ്യായം 1-2 വചനങ്ങൾ, 13-ാം അധ്യായം 2 മുതലുള്ള വചനങ്ങൾ. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവം നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന ദൈവമാണ്, എന്നാൽ കാരുണ്യം കാണിക്കുന്ന ദൈവമാണ്. പാപത്തിന് ശിക്ഷയുണ്ട്, പക്ഷേ അനുദപിക്കുന്നവർക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും എന്നുള്ളത് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 116:5, 119:137 വചനം. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതിമാനായ ദൈവം എന്നാൽ കാരുണ്യവാനായ ദൈവം. നമുക്ക് നീതിമാന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവമക്കൾ നീതിപൂർവ്വം ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ അവർക്കുണ്ടാകാവുന്ന നേട്ടങ്ങൾ നിരവധിയാണ്. സങ്കീർത്തനം 14:5 വചനം പറയുന്നത്, സങ്കീർത്തനം 14:5, ദൈവം നീതിമാന്മാരുടെ കൂടെ ഉണ്ടാകും. നീതിമാന്മാരുടെ കൂടെയാണ് ദൈവം, അനീതി പ്രവർത്തിക്കുന്നവരുടെ കൂടെ ദൈവം ഉണ്ടാകില്ലെന്ന്. സുഭാഷിതങ്ങൾ 24:16 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീതിമാൻ 7 തവണ വീണാലും ദൈവം അവനെ താങ്ങി നിർത്തും, അവനെ സഹായിക്കും, അവൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അതിന് നീതിപൂർവ്വം നമ്മൾ ജീവിക്കണം. സങ്കീർത്തനം 4:3, 34:17 ഇവിടെയെല്ലാം പറഞ്ഞിരിക്കുന്നത്, നീതിമാൻ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് കേൾക്കും. അനീതി പ്രവർത്തിക്കുന്നവർ അതിനേക്കാൾ സ്വരത്തിൽ വിളിച്ചാലും കർത്താവ് കേൾക്കണമെന്നില്ല. 92:12 വചനം. സങ്കീർത്തനം 92:12, നീതിമാൻ
പന പോലെ വളരും. 55:22 നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സുഭാഷിതങ്ങൾ 10:3 വായിച്ചാൽ നീതിമാൻ വിശക്കാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ഉൽപ്പത്തി 18:23 മുതൽ വായിച്ചാൽ നീതിമാന്മാർക്ക് നാശം വരത്തില്ല. എന്തുമാത്രം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നീതിപൂർവ്വം നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച്. 2 ദിനവൃത്താന്തം 6:23 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. നീതിപൂർവ്വം നമ്മൾ ജീവിച്ചാൽ അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നീതി വെടിയുന്നവർ ഏത് നീചപ്രവർത്തിക്കും തയ്യാറായെന്ന് വരും. ഒരുപക്ഷെ അവരുടെ മനസാക്ഷി അതുപോലെ കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. അനീതിയിൽ ജീവിക്കുന്നവർ ഏത് നീചപ്രവർത്തിക്കും തയ്യാറാകും. സുഭാഷിതങ്ങൾ 29:6 ദുഷ്ടൻ്റെ അതിക്രമങ്ങൾ അവനെ തന്നെ കുരുക്കിലാക്കും. അപ്പോൾ നമ്മൾ നീതി വെടിഞ്ഞ് നീചത്വം ചെയ്യുന്നെങ്കിൽ നമ്മൾ പിന്നീട് കുടുക്കിലാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ന്യായാധിപന്മാർ 9 അബിമേലെക്ക് രാജത്വം സ്വീകരിക്കാൻ വേണ്ടി അവൻ്റെ തന്നെ ഫാമിലിയിലുള്ള 70 പേരെ ഒരേ കല്ലിൽ വെച്ച് വധിക്കുന്നതിനെ കുറിച്ച് കാണാൻ പറ്റും. അങ്ങനെ അനീതി പ്രവർത്തിച്ച് രാജാവായി. അവൻ്റെ അന്ത്യം ശോചനീയമായിരുന്നു. അവൻ്റെ തലയോട് തിരികളിലുമുള്ളവരുടെ അടിച്ചുടച്ച് അവനെ കൊല്ലുന്നതായിട്ടുള്ള ഒരു രംഗം ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്ത്യോക്കസിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഹാമാന് സംഭവിച്ച കാര്യം, ഇതെല്ലാം അവർ അനീതി പ്രവർത്തിച്ചു. അവസാനം അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അവർ കുടുക്കിലാവുകയും അവർ ശോചനീയമായ ആ രീതിയിൽ മരണം വരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കൂടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ, നമുക്ക് ഏത് സാഹചര്യത്തിലും നീതി വിടാതെ ജീവിക്കാനുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.